ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ കാണാൻ കൊതിക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ, നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരാരാണ്, എങ്ങനെയാണ് നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുക, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെ കാണാൻ കൊതിക്കുന്ന ഒരാൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ആരാണ് നിങ്ങളെ കാണാനായിട്ട്, ആ ഒരു വ്യക്തി ആരാണ്, നിങ്ങളെ കാണാൻ കൊതിക്കുന്ന ആ ഒരു പേഴ്സൺ ആരാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ആരാണ്, അവര് നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് 2 of Wands ആണ് അവിടെ കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് 7 of Wands നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് കാർഡ് ദ മൂൺ കാർഡാണ്. പിന്നെ നമുക്ക് പേജ് ഓഫ് പെൻഡക്കിൾസ് കിട്ടുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ 9 of Swords ആണ് നമുക്ക് ആ റോയിൽ ലാസ്റ്റ് വരുന്ന ഒരു കാർഡ്. 9 of Swords ആണ്. ദെൻ 4 of Cups കിട്ടുന്നുണ്ട്. Queen of Wands ആണ് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാർഡ്. ദെൻ ദ ചാരിയോട്ട് കാർഡ് കിട്ടുന്നുണ്ട്. ചാരിയോട്ട്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, ജസ്റ്റിസ് കാർഡ്, പേജ് ഓഫ് കപ്സ് ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കാർഡ്. ഇനി മാസ്റ്റർ കാർഡ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടുന്നത് കിങ് ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജി നമുക്ക് ശക്തമായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ അവരിപ്പോൾ നേരിട്ട് മുന്നോട്ട് വരാതെ അങ്ങനെ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ചിന്തകളോടും സംശയത്തോടും കൂടി മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് എന്ന് നമുക്ക് നോക്കാം. 2 of Wands ആണ് ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ദ മൂൺ കാർഡ് ഉണ്ട്, അതുപോലെ 9 of Swords ഉണ്ട്. അപ്പൊ ഈ ഒരു 3 കാർഡുകളുടെ കോമ്പിനേഷൻ പറയുന്നത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്ന് ഒരു വ്യക്തതയില്ലാത്തൊരവസ്ഥയിലാണ് എന്നാണ്. അപ്പോൾ നിങ്ങളെ സമീപിക്കണോ, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളോട് വന്ന് സംസാരിക്കണോ, നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ഈ ഒരു പേഴ്സൺ വളരെയധികം ചിന്തിച്ചുകൊണ്ട് ഒരു വ്യക്തത കിട്ടുന്നില്ല അവർക്ക് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച്. അപ്പം ഇത്തരം ചിന്തകളെല്ലാം അവരെ വളരെയധികം അലട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ മൂൺ കാർഡ് കാണിക്കുന്നത് അവരെല്ലാം തുറന്നു പറയാനും കുറേയേറെ ഫീലിങ്സുകൾ ഇങ്ങനെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു ഫീലിങ്സുകളെല്ലാം തുറന്ന് പറയാതെ ഇങ്ങനെ അവർ പിടിച്ചിരിക്കുകയാണ്. അത് പറയണമെന്ന് അവർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, എങ്കിലും അവരത് തുറന്നു പറയാതെ ഇങ്ങനെ ഇരിക്കുന്ന അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് കാണാനായിട്ട് കൊതിക്കുന്ന ഒരു പേഴ്സന്റെ ഒരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു പേഴ്സൺ ആരാകാം എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിങ് ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ പേജ് ഓഫ് കപ്സ് ഉണ്ട്. ഇത് സാധാരണയായി ഫീലിങ്സുകൾ ഉള്ള ഒരാളെ തന്നെയാണ് ഈ ഒരു 2 കാർഡുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മുൻപ് നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ല, അതായത് പാസ്റ്റിൽ ഒരു നിങ്ങളുടെ കൂടെ പഠിച്ച ഒരാളോ അല്ലെങ്കിൽ ഒരു നെയ്ബർ കൂടി ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഫ്രണ്ട്സ് ആകാം, കോളേജ് മേറ്റ്സ് ആകാം. പാസ്റ്റിൽ എന്തായാലും നിങ്ങളെ അറിയുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ചില ആളുകൾക്ക് ഇതൊരു പാസ്റ്റിലെ റിലേഷൻഷിപ്പും ആകാം, അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഒരു ക്രഷ് ആകാം, അല്ലെങ്കിൽ ഒരിക്കൽ നിങ്ങളോട് വികാരങ്ങൾ തോന്നിയിരുന്ന, ഫീലിങ്സുകൾ തോന്നിയിട്ടുള്ള, ഇഷ്ടമൊക്കെ തോന്നിയിട്ടുള്ള ഒരാളായിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ ഒരു ഫീലിങ്സുകൾ ആഴത്തിലുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്വഭാവക്കാരൻ അല്ലെങ്കിൽ സ്വഭാവക്കാരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെയാണ് അവരെ കുറിച്ചുള്ള ഒരു ക്ലൂ ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഈ വ്യക്തി പുറത്ത് വളരെയധികം ഒരു സൈലന്റ് ആയിട്ട് തോന്നിയാലും ഉള്ളിന്റെ ഉള്ളിൽ ഒത്തിരി ഫീലിങ്സുകൾ ശക്തമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ,
പിന്നെ അപ്പോൾ നമുക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒത്തിരി കാണാൻ കൊതിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട്, നിങ്ങളോട് ഒത്തിരി ഇഷ്ടം തോന്നുന്ന, അതെന്നാൽ തുറന്ന് പറയാൻ കഴിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി ഉള്ള വ്യക്തി ആരായിരിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പാസ്റ്റിലെ ക്രഷോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്ലൂസ് നമുക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട്. അപ്പോൾ അവരെ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും എന്ന് യൂണിവേഴ്സിനോട് നമ്മൾ ചോദിച്ചു നോക്കാം. അപ്പോൾ നമുക്കിവിടെ എടുക്കാം ക്യൂൻ ഓഫ് വാൺസും അതുപോലെ കിങ് ഓഫ് വാൺസിന്റെ ഒരു കാർഡ്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ഈ ഒരു ക്യൂൻ ഓഫ് വാൺസും കിങ് ഓഫ് വാൺസും രണ്ട് ഫയർ എനർജീസ് ആണ്. ഈ ഒരു വ്യക്തി ശരിക്കും നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാരണം ഈ ഒരു പേഴ്സൺ നോക്കുമ്പോൾ വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. വളരെ കോൺഫിഡൻസ് ഉള്ള ഒരാള്, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ വളരെ കോൺഫിഡൻറ്റോടുകൂടി ചെയ്തു തീർക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പിന്നെ നല്ല രീതിയിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ആ കൂട്ടത്തിൽ ഒന്ന് ഇതിങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഐഡിയാസ് ഒക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ഇറങ്ങുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ലീഡ് ചെയ്താൽ നമുക്ക് ഇങ്ങോട്ട് പോയാലോ എന്നൊക്കെ പറഞ്ഞ് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ ആരാണ് എന്ന് നിങ്ങൾക്ക് യാതൊരു ഐഡിയയും ഇല്ല. ചിലർക്കൊക്കെ തന്നെ നമുക്ക് പറയുമ്പോൾ തന്നെ ഒരു ഗസ് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ ആരാണ് എന്നൊരു ഐഡിയയും ഇല്ലെങ്കിൽ ഇത്തരം ക്വാളിറ്റീസ് ഉള്ള വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ആളുകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും ആ ഒരു പേഴ്സൺ. അതായത് ഇപ്പോൾ ഒരു 10 പേര് നിൽക്കുവാണെങ്കിൽ പുറത്തുനിന്ന് അവരുടെ ആ ഗ്യാങ്ങിലേക്ക് പുറത്തുനിന്ന് ഒരാളെ എൻട്രി ചെയ്യുന്ന സമയത്ത് എപ്പോഴും പെട്ടെന്നൊരു ശ്രദ്ധ പോകുന്ന ഈ ഒരു വ്യക്തിയിലേക്കായിരിക്കും. അതുപോലെ എവിടെ നിന്നാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു പേഴ്സൺ ആണ്. ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവരുടെ ബാഹ്യമായ ഒരു സൗന്ദര്യമോ അങ്ങനെ വെച്ചിട്ടില്ല, അവരുടെ വേ ഓഫ് ടോക്കിങ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടൽ, ബിഹേവിയർ, ഇതൊക്കെ വെച്ചിട്ട് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങളോട് ഒരു പ്രത്യേക ആകർഷണം ഈ ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന, അതായത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സണ് വളരെയധികം അവരുടെ കണ്ണുകളിലും മുഖത്തുമൊക്കെ ആ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു പേഴ്സൺ ആണ്, ആ ഒരു അട്രാക്ഷൻ ആണ് ആ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്കിവിടെ കിങ്ങും ക്യൂനും വാൺസ് ഒരുമിച്ച് വന്നതിനാൽ ഈ വ്യക്തി നിങ്ങളെ തനിക്ക് തുല്യമായ ഒരു എനർജി ഉള്ള ഒരാളായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. അതായത് തന്നെ പോലെ തന്നെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ തന്നെ പോലെ കഴിവുള്ള ഒരു വ്യക്തിയാണ്, തന്റെ സ്റ്റാറ്റസിന് ചേർന്ന ഒരു പേഴ്സൺ ആണ് എന്ന രീതിയിലൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാനായിട്ട് വാൺസ് എന്ന് പറയുമ്പോൾ ഫയർ എനർജിയാണ്, സ്നേഹത്തിന്റെ ഒരു എനർജിയാണ്. അവര് സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളെയും അവര് അതേ ഒരു അളവിൽ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി അവർ നിങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുമോ, അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ മുന്നിൽ അവരെ തന്നെ തുറന്നിടുമോ, അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് പറയുമോ, അത് ആരാണ് എന്നറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്കിവിടെ ചാരിയൂട്ട് കാർഡും അതുപോലെ വീൽ ഓഫ് ഫോർച്യൂണും എടുക്കാം. ഈ ഒരു കാർഡുകൾ ശരിക്കും ഒരു മൂവ്മെന്റിനെയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് ആയിട്ട് നിങ്ങളോട് അവർ തുറന്ന് പറഞ്ഞു വരാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ പാസ്റ്റിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ സമയത്ത് ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു അപ്പോളജി പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ആയിട്ടോ കോണ്ടാക്റ്റ് ആയിട്ടോ ഒക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ കണ്ടുമുട്ടാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ വിധി ഒരുമിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാനും ഒരു ചാൻസസ് ഉണ്ട്. അപ്പൊ ഇവയിൽ ഏതെങ്കിലും സംഭവിക്കാനുള്ള ഒരു സാധ്യത വളരെയധികമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യമല്ല, അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ സംഭവിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ജസ്റ്റിസ് കാർഡാണ് പിന്നെയുള്ള ഒരു കാർഡ്. ഈ ജസ്റ്റിസ് കാർഡ് പറയുന്നത്, ഈ ഒരു കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളതോ വ്യക്തമാക്കാനുള്ളതോ ആയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. അപ്പൊ ആ ഒരു പഴയ തെറ്റിദ്ധാരണകൾ ശരിയാക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകാം. നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേഷനിൽ പോയപ്പോൾ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ നിങ്ങൾ വീണ്ടും കാണുന്നത് അവരുടെ മനസ്സിൽ അവസാനിപ്പിക്കാൻ പറ്റാത്തതായി പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ, പറഞ്ഞു തീർക്കാൻ പറ്റാത്തതായി പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ, പ്രകടിപ്പിക്കാൻ പറ്റാത്തതായി പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്
ഇത് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നത് ആ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, പേജ് ഓഫ് പെന്റിക്കിൾസ് നമുക്ക് നൽകുന്നത് ഈ ഒരു വ്യക്തി വലിയൊരു ആഹ്വാനത്തോടെ അല്ലെങ്കിൽ ഞാൻ വരുവാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് 4 പേരെ അറിയിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ അറിയിച്ചോ വരണമെന്നില്ല. പകരം ചെറിയൊരു മെസ്സേജോ ഒരു കാഷ്വൽ കോൺവെർസേഷനോ ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈക്ക് അപ്രോച്ച് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻ ഇതുപോലെയൊക്കെ നിങ്ങളെ സമീപിക്കാനുള്ള സാധ്യതകളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് പറയാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പ്രെഡ് പ്രകാരം നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ഒരു എനർജി നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളെ കാണാൻ കൊതിക്കുന്ന, നിങ്ങളോട് സംസാരിക്കാൻ കൊതിക്കുന്ന വ്യക്തിയുടെ ഒരു എനർജി കാണുന്നുണ്ട്. അവർ ഫീലിങ്സുകൾ വളരെയധികം ഉള്ളിൽ നിങ്ങളോടുള്ള ഫീലിങ്സുകൾ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചൊരു ധൈര്യം അവർക്കില്ലാത്തൊരവസ്ഥ, കുറച്ച് ഒരു ധൈര്യവും പേടിയും അല്ലെങ്കിൽ ഭയവും ധൈര്യവും തമ്മിലുള്ള ഒരു പോരാട്ടം അവരുടെ ഉള്ളിൽ നടക്കുകയാണ്. ഇത് തുറന്നു പറയണോ നിങ്ങളോട് വേണ്ടയോ എന്നുള്ള രീതിയിൽ ഒരു അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്, അതുപോലെ പേജ് ഓഫ് കപ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കാർഡുകൾ ഹൃദയത്തിലെ വികാരങ്ങളുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒത്തിരി സ്നേഹമുള്ള ഒരാളെയാണ് കാണിക്കുന്നത്. ചാരിയോട്ടും വീൽ ഓഫ് ഫോർച്യൂണും കാണിക്കുന്നത് ഫ്യൂച്ചറിൽ ഒരു മൂവ്മെന്റ്സ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ള വ്യക്തതയാണ് നമ്മൾ കാണിച്ചു വരുന്നത്. ജസ്റ്റിസ് കാണിക്കുന്നത് ഒരു കാര്യം വ്യക്തമാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഓക്കെ ആക്കി ശരിയാക്കാനോ ഉള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുള്ളതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു മനസ്സ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ ദൂരെ ഇരുന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ്. അവർ പൂർണ്ണമായിട്ടും നിങ്ങളെ മറന്നു പോയിട്ടില്ല. പക്ഷെ മുന്നോട്ട് വരുന്നതിന് തൊട്ട് മുൻപ് സ്വന്തമായിട്ടുള്ള അവരുടെ കുറേ പേടികളും ഇൻസെക്യൂരിറ്റി സംശയങ്ങളൊക്കെ മറികടക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അവർ തരണം ചെയ്ത് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവരിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ ഈ റീഡിങ്ങിൽ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ആരാണ് ആ ഒരു വ്യക്തി എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് അവരുടെ സ്റ്റൈല് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഒക്കെ ജസ്റ്റ് നമ്മൾ ഈ കാർഡുകൾ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ കിങ് ഓഫ് വാൻസ് അതുപോലെ ക്വീൻ ഓഫ് വാൻസ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നല്ലൊരു ഡ്രസ്സിങ് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നല്ല ആത്മവിശ്വാസം മുഖത്ത് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അവരുടെ ഹെയർ, അപ്പിയറൻസ്, ഗ്രൂമിങ് എന്നിവയിലെ ശ്രദ്ധ വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു സ്വഭാവമുള്ള ഒരു പേഴ്സൺ ആണ്. അതുപോലെ കിങ് ഓഫ് കപ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ശാന്തമായിട്ടുള്ള മച്യൂർ ആയിട്ടുള്ള ഒരു ലുക്ക് നൽകുന്ന ഒരു പേഴ്സൺ ആണ്. അമിതമായിട്ട് ഒരു ഫ്ലഷി അല്ലെങ്കിലും ഒരു നല്ല ചെറിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കണ്ണുകളിൽ ഒത്തിരി എക്സ്പ്രഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ചാരിയോട്ട് കാർഡ് നമുക്ക് പറഞ്ഞ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സ്പോർട്ട് വെയർ, കാഷ്വൽ വെയർ, കംഫർട്ടബിൾ ഫാഷൻ ഇതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആണ്. നല്ലൊരു പോസ്ചർ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റ് ആയിട്ട് നിൽക്കുകയും നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മൾ ഒരു ബർത്ത് മാർക്ക് അതുപോലെ ഫിസിക്കൽ മാർക്കിൻ്റെ ഒക്കെ സാധ്യതകൾ നോക്കുവാണെങ്കിൽ മൂൺ കാർഡ് ശരീരത്തിൽ ചെറിയ മോള്, ബ്യൂട്ടി സ്പോട്ട് അല്ലെങ്കിൽ ബർത്ത് മാർക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു പേഴ്സണ്. അപ്പം ഇത് മുഖത്തോ കഴുത്തിനോടടുത്തോ കൈകളിലോ ഒക്കെ വരാനുള്ള ചാൻസസ് ആണുള്ളത്. ജസ്റ്റിസ് കാർഡിലേക്ക് വരുമ്പോൾ മുഖത്തിന്റെ ഒരു ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും മുഖത്തിനുണ്ടാവുക. എല്ലാ ഫീച്ചേഴ്സും ബാലൻസ്ഡ് ആയിട്ട് കാണിക്കും. ആ ഒരു ഫേസിൽ വ്യക്തമായിട്ടുള്ള ഒരു ജോ ലൈൻ, നീറ്റ് അപ്പിയറൻസ് ഇതായിരിക്കും അവരെ എടുത്തു കാണിക്കുന്നത്. വാൻസ് കാർഡുകളെല്ലാം തന്നെ ഒരു പഴയ ഒരു ചെറിയൊരു സ്കാർ ഈ വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അത് കൂടുതലായിട്ടും മുഖത്തോ കഴുത്തിനടുത്തോ കൈകളിലോ ഒക്കെ കാണാൻ ചാൻസസ് ഉണ്ട്. പിന്നെ സ്പോർട്സിലൊക്കെ പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള ഇഞ്ചുറി മാർക്കാകാം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് മാർക്കുകളൊക്കെ ആകാം. ഇതൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ആളുകൾക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു പ്രസൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആത്മവിശ്വാസം, അതായത് നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് ആണ് ഈ ഒരു പേഴ്സൺ കൊടുക്കുന്നത് എന്നുകൂടി നമുക്കിവിടെ വ്യക്തമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നിങ്ങളെ ആ ഒരു കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന, നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ആരാണ് എന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലൂസ് ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ കുറച്ച് ക്ലൂസും കൂടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്നത് വിത്തിൻ 72 hours എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. സെക്കൻഡ് ക്ലൂ ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. 1982 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 51 കിട്ടുന്നുണ്ട്.
ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഫുട്ബോൾ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചാൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള പേഴ്സൺ ആകാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ കെയറിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. മാർച്ച് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്യുന്ന വ്യക്തികളാണ്. ഓക്കെ, വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളൊക്കെ ആകാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാം. ലെറ്റർ യു നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. പാലക്കാട് ജില്ലയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ട്രൂ ലവ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 2002 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ദെൻ നമ്പർ 49 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ജൂൺ മന്ത് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ജാനുവരി മന്ത്. ഓക്കെ, ഫോളോ ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 48 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലൈക്സ് ട്രാവലിംഗ് അത് നമുക്ക് ഓൾറെഡി റീഡിങ് കിട്ടിയതാണ്. 1987 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 44 കിട്ടുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ക്രേസി എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 64 നമുക്ക് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ടീ ലവർ ആകാനുള്ള ചാൻസസ് ഉണ്ട്. കണ്ണൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 28 നമുക്ക് കിട്ടുന്നുണ്ട്. 1988 കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് നമ്പർ 50 ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.